അടിപൊളി വൈബായിരുന്നു. ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിലല്ല, അൽഷിഫ ആർട്സിൽ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി, അങ്ങനെ എന്തോ ഇൻ്റർനാഷണൽ പ്രോഗ്രാം നടപ്പുണ്ട്. അപ്പം ഇവിടുത്തെ പിള്ളേരുടെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഉണ്ട്. അതുപോലെ പുറത്തുനിന്ന് ഗസൽ അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ ഓഡിയൻസായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഫാർമസിക്കാരെ. അപ്പം നമ്മൾ ഒന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാത്രി 7 to 9 പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 7 o'clock കഴിഞ്ഞ്. ആദ്യമായിട്ടാണ് ഞാനൊരു കോളേജ് ലൈഫിൽ, പണ്ട് സ്കൂളിൽ ആനുവൽ ഡേക്കൊക്കെ നമ്മൾ 9 മണി വരെയൊക്കെ ഇരുന്ന ചരിത്രമുണ്ട്. പക്ഷെ കോളേജിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് നൈറ്റ് നമ്മൾ ഒന്ന് ചില്ല് ചെയ്യാൻ പോണത്. നമ്മുടെ കോളേജിൽ ഫാർമസി, നമ്മുടെ അൽഷിഫ ഫാർമസിയിൽ 7 മണി വരെ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മളെല്ലാവരും തിരിച്ച് കയറണം കോളേജിൽ, ഹോസ്റ്റലിൽ പോകണം. 7 മണിക്ക് ശേഷം അങ്ങനെ പ്രോഗ്രാംസൊന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആണ് കോളേജ് കഴിയാറായി, 2 മാസം കൂടെ ഉള്ളൂ. എന്തായാലും നമുക്കിന്ന് വൈബായിരിക്കും എന്ന് വിചാരിക്കുന്നു, വൈബാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഏക കംഫർട്ടബിളായിട്ടുള്ള ജീൻസ്, പിന്നെ അതാ ഒരു ഷർട്ട്. ഞാൻ 2 സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട് ചുമ്മാ ഒരു ഷോയ്ക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടോട്ടൽ ലുക്ക് വന്നിട്ട്. ഞാനും നന്ദു മാത്രം ഇറങ്ങിയിട്ടുണ്ട് 7 മണിയായപ്പോഴേക്കും. ബാക്കി ആരും ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. എല്ലാവരും വന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. സോ വെയിറ്റിംഗ്. मैं तुझको कितना चाहता हूँ ये तो कभी सोच ना सके. പ്രോഗ്രാം കഴിഞ്ഞ് അടിപൊളി വൈബായിരുന്നു. ഇനി എല്ലാം ഓവറോൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇതുവരെ ഫുൾ വൈബ്.
അടിപൊളി. എന്താണ് അടിപൊളി സത്യം. അൽഷിഫ ആർട്സിൽ പഠിച്ചാൽ മതിയായിരുന്നു. ഫാർമസിയൊക്കെ ഫാർമസി പഠിക്കണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് വല്ല സൈക്കോളജിയോ മാസ്റ്റേഴ്സ് ഇവിടെ എടുത്താലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യണുണ്ട്. അടിപൊളി. എനിക്കിപ്പോഴാണ് കോളേജ് വൈബ് കിട്ടിയത്. ഇത്രയും പ്രോഗ്രാംസ് സത്യം അടിപൊളി. ജൂനിയേഴ്സ് ആണ്. ഇത് നമ്മുടെ ജൂനിയേഴ്സ് ആണ്. നല്ല പിള്ളേരാണ്. അതൊരു സംശയമാണ്. പ്രോഗ്രാം ഷിഫ്റ്റ് ആവാൻ തോന്നുന്നുണ്ടോ? അത് തോന്നണില്ലേ? അത്രക്കില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ബ്ലോഗറാണ് തുള്ളനാണ്. ലാസ്റ്റത്തെ പാട്ടിന് പോലും നമ്മളെ വേറെ സമ്മതിച്ചില്ല. ഞങ്ങൾ പോണേണ് ഗൈസ്. ടാറ്റ. ഗൈസ് ഇതാണ് നമ്മുടെ എംഫാം ചേച്ചിമാര്. നമ്മളെ ലാസ്റ്റ് പ്രോഗ്രാം കാണാൻ സമ്മതിച്ചില്ല. നമ്മുടെ കോളേജിലെ ഏറ്റവും ലാസ്റ്റ് പാട്ടാണ്. എന്നിട്ടും നമ്മുടെ കോളേജല്ല, മറ്റേ കോളേജ്. നമ്മുടെ കോളേജിൽ എനിക്ക് പറയാം. നമ്മുടെ കോളേജിന്റെ അവിടെ വേറൊന്നും പറയാനില്ല. വാക്കുകളില്ല പറയാൻ. കോളേജിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. എനിക്ക് മതിയായി. ഗൈസ് ഇതാണ് താത്താനുണ്ട്. ബാക്ക് ടു ഹോസ്റ്റൽ. പറഞ്ഞു വന്നത് അടിപൊളി വൈബായിരുന്നു. ഒപ്പന മിസ്സായിപ്പോയി. അത് നമ്മളിവിടെ നിന്ന് എത്തിയപ്പോൾ താമസിച്ചു പോയി. ബാക്കിയെല്ലാം അടിപൊളി പാട്ടും. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട കോളേജ്. കുറച്ചെങ്കിലും ഇതാണ് സംഭവം. പക്ഷെ കിട്ടിയില്ല. നമുക്ക് പരീക്ഷ, ടെസ്റ്റ് പേപ്പറും പ്രോജക്റ്റ്. ഇനിയുള്ള ജൂനിയേഴ്സിനെങ്കിലും ഇങ്ങനത്തെ വൈബൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒന്നുമില്ല തന്നെ. അത് 7 മണി വരെ ഇത്രയൊക്കെ കൊട്ടിക്കൊശിച്ച് സത്യം. ഇനിയിപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഡൗട്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി കാര്യങ്ങളൊക്കെ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നല്ല ടയേർഡായി, അത്രയ്ക്ക് അടിച്ചു പൊളിച്ച്. ഓക്കെ, ബൈ ബൈ.